ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈനലി നമ്മളുടെ ഡസ്റ്ററിൻ്റെ 1 ലിറ്റർ വേരിയൻറ്റുകൾ വന്നിരിക്കുകയാണ്. ഇത് 1 ലിറ്ററിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ടെക്നോ വേരിയൻ്റാണ്. നമുക്ക് 1 ലിറ്റർ വേരിയൻറ്റ് ഒതൻറ്റിക് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻറ്റ്, സെക്കൻഡ് വേരിയൻറ്റ് എവല്യൂഷൻ, തേർഡ് വേരിയൻറ്റ് ടെക്നോ, ഈ 3 വേരിയൻറ്റുകളിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് മാനുവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 1 ലിറ്റർ ആണെന്ന് വിചാരിച്ച് ഇതിന് പവർ ലാഗോ പവർ കുറവോ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. കാരണം ഈ സെഗ്മെൻറ്റിലെ ഈ പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡസ്റ്ററിലും ഓൾമോസ്റ്റ് സിമിലർ പവർ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ടോർക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിൻ വരുന്ന ഡസ്റ്ററിലാണ്. 166 Nm ടോർക്ക് ഡസ്റ്ററിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു പവർ ലാഗോ സംഭവങ്ങളോ ഇല്ല. നല്ല രസമാണ് ഈ 1 ലിറ്റർ എഞ്ചിന് ഓടിക്കാനായിട്ടും. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ 1.3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണുള്ളത്, പ്രൈസിൽ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ ഡസ്റ്ററിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് നിങ്ങൾ ഈ കാണുന്ന ടെക്നോ വേരിയൻ്റാണ്. ഡസ്റ്ററിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഈ ടെക്നോ വേരിയൻറ്റ് തന്നെയാണ്. ഇപ്പോൾ 1 ലിറ്റർ എഞ്ചിനിലെ ടോപ്പ് എൻഡ് വേരിയൻറ്റും ഈ ടെക്നോ വേരിയൻ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ടെക്നോ വേരിയൻറ്റിൽ തന്നെ 1.3 വരുന്നുണ്ട്. അതിൻ്റെ DCT ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ നമ്മളുടെ ഹൈബ്രിഡ് വരുമ്പോഴും ഈ ടെക്നോ വേരിയൻ്റ് തൊട്ടിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ളൊരു വേരിയൻറ്റ് ഈ ടെക്നോ വേരിയൻറ്റ് തന്നെയാണ്. ഇതിപ്പോൾ വൈറ്റ് കളർ വാഹനമാണ്. നമ്മൾ സാധാരണ ചെയ്യാറ് ബ്ലാക്ക്, ഗ്രീനൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റും അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് വരുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഫ്രണ്ടിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷൊക്കെ വരുന്നുണ്ട്. ഗ്രില്ലിൻ്റെ പോർഷൻസ് എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്ക് ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടെക്നോ വേരിയൻ്റാണ് നമ്മൾ പറഞ്ഞ പോലെ ദ ബെസ്റ്റ് വേരിയൻറ്റ് ഡസ്റ്ററിൽ. ഇനി 1.3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.3ൽ ഈ ഡസ്റ്റർ ബാഡ്ജിങ്ങിനകത്തൊരു ഗ്രീനിഷ് ലൈനും കൂടി നമുക്ക് കാണാമായിരുന്നു. ഈ 1 ലിറ്ററിലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ, ആ സിൽവർ ഫിനിഷിലാണ് നമുക്ക് ആ ഒരു ഡസ്റ്ററിൻ്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 360 ക്യാമറ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പോർഷൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം. ഈ ഒരു പോർഷൻ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴത്തെ ഈ ഒരു പോർഷൻ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ബെമ്പറിൽ വരുന്നത്. താഴേക്ക് വന്നാൽ നമുക്കൊരു ഗ്രേ ഫിനിഷിലാണ് ആ ബെമ്പറിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ആ ഒരു സെയിം ഫിനിഷിൽ തന്നെ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം. അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഗ്രില്ലുകൾ. ഈ പാർക്കിംഗ് സെൻസേഴ്സ്, ഇത് പാർക്കിംഗ് സെൻസേഴ്സ് അല്ല, ജസ്റ്റ് ഡെമ്മി ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഈ വേരിയൻറ്റിൽ നമുക്ക് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നില്ല. 212 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതും ഡസ്റ്ററിന് തന്നെയാണ്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 സ്ലോട്ടായിട്ടുള്ള ഫുൾ LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് ടോപ്പിലായിട്ട് നമുക്ക് LED DRL കാണാം. അത് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. താഴെയായിട്ട് നമുക്ക് LED ഫോഗ് ലൈറ്റും വരുന്നുണ്ട്. ഫോഗ് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ് ഈ ടെക്നോ വേരിയൻ്റാണ്. ഇവിടെ ഒരു ഫംഗ്ഷനിലായിട്ടുള്ള ഹെയർ ഇൻസ്കൂപ്പ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്, അതിന് താഴെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ്, ആ ഒരു വൈറ്റ് കളറിനോട് ശരിക്കും എന്താ പറയുക, മാച്ച് ആവുന്നുണ്ട്. ആ ബോണറ്റ് കാര്യങ്ങളെല്ലാം നമുക്കൊരു മസ്കുലർ ലുക്ക് തരുന്ന രീതിയിലാണ് അതിൻ്റെ ലൈൻസ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ടെക്നോ വേരിയൻറ്റിൽ നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്. അഡാസ് പോലെയുള്ള സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക്. ആ ഒരു ടോപ്പ് എൻഡിൻ്റെ സിമിലർ ലുക്ക് തന്നെ എന്ന് നമുക്ക് പറയാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് വേരിയൻ്റ് അല്ലെങ്കിൽ ടോപ്പ് എൻഡ് ആയിട്ട് വരുന്നൊരു ഡിഫറൻസ്, അലോയ്സ് ഇതിനകത്ത് 17 ഇഞ്ചിൻ്റെ അലോയ്സാണ്. അതൊരു ഗൺ മെറ്റൽ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 250, 225, 60R17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഡസ്റ്ററിൻ്റെ DCT ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളിൽ മാത്രമാണ് നമുക്ക് ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുള്ളൂ. വശങ്ങളിൽ നമുക്ക് ആ ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അത് ബാക്ക് വശം വരെ പോകുന്നുണ്ട്. അത് ആ ഒരു SUV ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇവിടെ ഈ ഡസ്റ്റർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് നമുക്ക് ഈ 1 ലിറ്റർ എഞ്ചിനിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ലോഗോ മാത്രം നമുക്ക് ആ ഒരു ക്രോം ഇൻസൈറ്റിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് മിറേഴ്സും ഡോർ ഹാൻഡിൽസ് എല്ലാം ഈ വേരിയൻറ്റിൽ ബോഡി കളറാണ്. അതിൻ്റെ താഴത്തെ പോർഷൻ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലും 360 ഇല്ലാത്തതുകൊണ്ട് വേറെ ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും അതിനകത്ത് കൊടുത്തിരിക്കുന്നു. അത് LED ആയിട്ടാണ് വരുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഡസ്റ്ററിൽ നമുക്ക് റിക്കോ സെൻസർ ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഇത് വാക്കവേ ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഡസ്റ്ററിൽ വരുന്നുണ്ട്. നമുക്ക് B പില്ലറും C പില്ലറും മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ആ പില്ലറിൽ മൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ റൂഫ് റെയിൽസ് കാണാം. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ പനോറമിക് സൺറൂഫ് കാണാം. സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ ടെക്നോ വേരിയൻ്റാണ്. അതിന് ബാക്കിലായിട്ട് നമുക്ക് ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അതും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോഴാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ട്
നമ്മുടെ ഡസ്റ്റർ ഫീൽ ചെയ്യും. കാരണം ഡസ്റ്ററിൻ്റെ വീൽ ബേസ് 2657 mm ആണ് ഡസ്റ്ററിൻ്റെ വീൽ ബേസ് വരുന്നത്. നിങ്ങളാ കാണാൻ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് 2600 mm വീൽ ബേസേ വരുന്നുള്ളൂ. സെയിം സെഗ്മെൻറ്റിലെ വാഹനം തന്നെയാണ്. ഓവറോൾ ലെങ്ത്തും രണ്ട് വാഹനങ്ങളിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ജസ്റ്റ് ഒരു കമ്പാരിസൺ പറഞ്ഞതാണ്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സുമാണ് ഈ ടെക്നോ വേരിയൻറ്റ് തരുന്നത്. പ്രത്യേകിച്ച് യാതൊരു മാറ്റവും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം നമുക്ക് ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിൽ വൈപ്പർ, വാഷർ, ഡീഫോഗർ കാര്യങ്ങളെല്ലാം ഈ വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 1.3 ആയിട്ട് വരുന്നൊരു ഡിഫറൻസ്, ഈ 1 ലിറ്ററിൽ ഇവിടെ ടർബോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേതിൽ 1.3 ടർബോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ നമുക്ക് സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നടുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആണ് ബാക്കിൽ വരുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ടും ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ്, ഇവിടെ റിവേഴ്സ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നു. ആ ലൈറ്റിനകത്തായിട്ട് നമുക്കൊരു ക്രോം ഇൻസേർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. നടുക്കായിട്ട് റെനയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും ഈ വൈറ്റ് കളർ ആ വാഹനം കാണാൻ നല്ല ഭംഗിയാണ്. കാരണം ആ സെൻറ്റർ പോർഷനിൽ ആ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്നത് ആ വൈറ്റ് കട്ട് ചെയ്ത് ഒരു പ്രീമിയം ലുക്കൊക്കെ തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിന് താഴെ ഡസ്റ്റർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ടർബോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ബാക്കിലും ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഗൺ മെറ്റൽ ഫിനിഷിൽ ബെമ്പറിൻ്റെ പോർഷൻ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ലോഗോൻ്റെ താഴെയായിട്ടാണ് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓട്ടോ ടെയിൽ ഗേറ്റ് ആണ് ഈ ടെക്നോ വേരിയൻറ്റിൽ വരുന്നത്. അതിപ്പോൾ 1 ലിറ്റർ എഞ്ചിനിലും ഓട്ടോ ടെയിൽ ഗേറ്റ് ഫീച്ചേഴ്സ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. സെഗ്മെൻറ്റിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബൂട്ടാണ് ശരിക്കും നമ്മുടെ ഡസ്റ്ററിൽ വരുന്നത്. 700 ലിറ്ററാണ് ഈ പാഴ്സൽ ട്രേ ഇല്ലെങ്കിൽ ബൂട്ടിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് സീറ്റാണ്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കാണാം. നമ്മളുടെ ഗ്രാൻഡ് വിറ്റാറയിൽ ബൂട്ട് സ്പേസ് വെറും 373 ലിറ്ററേ വരുന്നുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി ബൂട്ട് സ്പേസ് നമുക്ക് ഡസ്റ്ററിൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സ്പെയർ വീല് ഡസ്റ്ററിൻ്റെ ഒരു വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ ബൂട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് 2 പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് പോകാനുള്ള സ്പേസ് അതിനകത്ത് കാണുന്നുണ്ട്. അത്രയും വലിപ്പമുള്ള വലിയ ബൂട്ടുകളാണ്. ഓട്ടോ ടെയിൽ ഗേറ്റ് ആണ്. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്തോളും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. നമ്മൾ പൊക്കുന്ന സമയത്ത് നമുക്കൊരു നിശ്ചിത ഹൈറ്റിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ ഡസ്റ്ററിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക്. 1 ലിറ്റർ വേരിയൻ്റ് ആണ് എങ്കിലും നമുക്ക് ആ ഒരു 1.3 ഓട്ടോമാറ്റിക്കിലോ അല്ലെങ്കിൽ 1.3 ടർബോ മാനുവലിലൊക്കെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിലും വരുന്നുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു 3 ടോൺ കളർ എന്ന് പറയാം ഇൻറ്റീരിയർ. ഡോർ പാഡിലേക്ക് വന്നാൽ ആ കളറെല്ലാം നമുക്ക് കൊടുത്തിരിക്കുന്നു. ഒരു ബ്ലാക്ക് ഫിനിഷ്, ഒരു ഫേക്ക് വുഡ് ഫിനിഷ് ഇവിടെ കാണാം. അതിന് താഴെയായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഇൻസേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം നമുക്ക് ഫാബ്രിക് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയും കാണാം 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ. ആ 4 വിൻഡോയും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ആ ഡോർ ഹാൻഡിൽസ് ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സ്, ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളെല്ലാം കാണാം. സീറ്റിനും ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ഫാബ്രിക് സീറ്റുകളാണ്. അത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ വശങ്ങളിലായിട്ട് നമുക്ക് നമ്മളുടെ ടെയിൽ ഗേറ്റ് അകത്തുനിന്ന് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, പിന്നെ ഒരു ഡ്രൈവ് മോഡ്, ഇക്കോ മോഡിൻ്റെ ഒരു ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കിനിയും അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ടെക്നോ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഡസ്റ്ററിൽ നമുക്ക് 3 കളർ ടോണിലാണ് ഇൻറ്റീരിയർ വരുന്നത്. ബേസ് വേരിയൻറ്റിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലും ഈ ടെക്നോ വേരിയൻറ്റിൽ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ പിന്നെ ഈ ബ്ലാക്ക് കോമ്പിനേഷനിലും, ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്കും പിന്നെ ഒരു സിൽവർ ഫിനിഷിലുമാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഡസ്റ്ററിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻറ്റീരിയർ ഈ ടെക്നോ വേരിയൻ്റ് ഇൻറ്റീരിയർ തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു 3 ടോൺ കളറാണ്. അകത്ത് കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു SUV ഫീൽ ലഭിക്കുന്നുണ്ട്. കാരണം ബോണറ്റെല്ലാം കണ്ട് നമുക്ക് ആ ബോണറ്റിലെ ബഡ്ജിങ്സ് ഒക്കെ കണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ ആണെങ്കിൽ നമുക്കൊരു ഡ്രൈവറിന് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 ലിറ്റർ ആണ് എങ്കിലും 1.3 വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ 1 ലിറ്റർ വേരിയൻറ്റിലും റെനോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫീച്ചേഴ്സിൽ യാതൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലാണെങ്കിൽ ഡബിൾ ഡീക്കട്ട് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. അത് മൾട്ടി ഫംഗ്ഷണലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വലതുവശത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് വരുന്നത്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ
കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പർ വരുന്നില്ല, പക്ഷേ ഓട്ടോ ഹെഡ്ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് നമ്മളുടെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്രീൻ എന്ന് പറയാം. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിൽ ടോഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. TPMS, നാവിഗേഷൻ, ഈക്കോ മോണിറ്റർ, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. നമ്മൾ ഈക്കോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഈക്കോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നത് കാണാം. ഈക്കോ ആൻഡ് ഒറ്റ ഡ്രൈവ് മോഡ്, ഈക്കോ ആൻഡ് നോർമൽ ആ ഡ്രൈവ് മോഡ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു കൺട്രോളുകൾ ഉപയോഗിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അനിമേഷൻസ് കാര്യങ്ങൾ ചേഞ്ച് ആവുന്നത് കാണാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ 10.1 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. അത് എല്ലാ വേരിയൻറ്റുകളിലും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് ടോപ്പിലായിട്ട് അതിൻ്റെ പവർ ഓപ്ഷൻസ്, വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ടോപ്പിൽ ഫിസിക്കൽ ബട്ടണുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിൽ അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ഇപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മ്യൂസിക്കിൻ്റെ FM ഓപ്ഷൻസിലേക്ക് പോയത് കാണാം. പിന്നെ കോൾ കണക്ട് ആണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ പ്ലേ കണക്ട് ചെയ്യണം. പിന്നെ അതിനകത്തുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 സ്പീക്കറും 4 ട്യൂട്ടോടും കൂടിയ നല്ല ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ളൊരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ് വരുന്നത്. അല്ല, റിവേഴ്സ് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും കാണാം. വാവ് ക്ലാരിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും പാർക്കിംഗ് സെൻസേഴ്സും അതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ സോൺ ക്ലൈമറ്റോണിക് AC ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു വേരിയൻ്റ് തൊട്ടാണ്, ടെക്നോ വേരിയൻ്റ് തൊട്ടാണ് നമുക്ക് ഓട്ടോ AC കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് താഴെയായി നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയാണ് അതിൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നമുക്ക് AC ഡ്യുവൽ സോൺ ആയതുകൊണ്ട് 2 സൈഡിലും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ, 2 സൈഡിലെ ഫാൻ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ ഓട്ടോ ഫുൾ AC ഫംഗ്ഷൻസ് ആണ് വരുന്നത്. അതിനോട് ചേർന്ന് നമുക്ക് ഹസാർഡ് ലൈറ്റ്, ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഓപ്ഷൻ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വശത്തായിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിംഗ് പാഡ് വരുന്നുണ്ട്. 2 Type C ചാർജിംഗ് പോർട്ടുകളും ഒരു 12 വോൾട്ടിൻ്റെ വേറൊരു ചാർജിംഗ് പോർട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റുമെല്ലാം ഒരു ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ആ ഗിയർ ലിവറിന് ചുറ്റും നമുക്ക് ആ ഒരു സിൽവർ ടച്ച് കാണാനായിട്ട് പറ്റും. ഇതാണ് കീ വരുന്നത്. റെനോയുടെ സെയിം കീ തന്നെ, ലോക്ക് ആൻഡ് അൺലോക്ക്, ഫോളോ മീ ഹെഡ്ലാമ്പിൻ്റെ ഓപ്ഷനും ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഫുള്ളി ഫംഗ്ഷനലായിട്ട് 2 കീയാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ വരുന്നത് അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് അതും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് സെഗ്മെൻറ്റിലെ ഏറ്റവും വലിപ്പമുള്ള വലിയ പനോറമിക് സൺറൂഫ് കാണാം. അങ്ങ് ബാക്കറ്റം വരെ പോകുന്ന ഏറ്റവും വലിപ്പമുള്ള സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സാണ്. കൂൾഡ് ആൻഡ് ലൈറ്റ് ഫീച്ചറോട് കൂടി, ഡീസൻ്റ് അല്ല, അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഗ്ലോ ബോക്സുകൾ തന്നെയാണ് ഡസ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ടെക്നോ വേരിയൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ 1.3 എടുത്തു കഴിഞ്ഞാലും 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാലും ഫീച്ചേഴ്സിൽ യാതൊരു ഡിഫറൻസും നമുക്ക് വരുന്നില്ല. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. 1 ലിറ്റർ ആണ് എന്ന് വിചാരിച്ച് നമുക്ക് പ്രത്യേകിച്ച് വൈബ്രേഷനോ നോയിസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അകത്തേക്ക് കേൾക്കുന്നില്ല. അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുള്ള ക്യാബിൻ തന്നെയാണ് ഡസ്റ്ററിൽ വരുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വലിപ്പമുള്ള വലിയ ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രി ഡോർ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷനോട് കൂടിയ പവർ വിൻഡോൻ്റെ ഒരു കൺട്രോൾ കാണാനായിട്ട് പറ്റും. ബോട്ടിൽ ഹോൾഡേഴ്സ് സ്പീക്കറുകളിൽ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് ബാക്കിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 Type C ചാർജിങ് പോർട്ടുകൾ കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ്. സെൻറ്ററിൽ നമുക്കൊരു സെൻറ്റർ ആം റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു മൊബൈൽ ഹോൾഡറും കപ്പ് ഹോൾഡറും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എ റെഫറൻസ് എൻ്റെ ഹൈറ്റ് 5'11" ആണ്. അപ്പോൾ എൻ്റെ സീറ്റിംഗ് പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്താലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. സീറ്റിൻ്റെ ബാക്കറ്റിൽ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ സെൻറ്ററിൽ ഇരിക്കുന്ന പാസഞ്ചറിന് ഈ ഒരു AC കൺട്രോൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, പിന്നെ ഒരു ടണലും വരുന്നത് കൊണ്ട് ചെറിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തേക്കാം. അതിവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ മതി. പലരുടെയും കംപ്ലയിൻ്റ് ആയിരുന്നു ഡസ്റ്ററിൻ്റെ ബാക്കിൽ സ്പേസ് കുറവാണെന്ന്. പക്ഷേ ഡീസൻറ്റ് ഇനഫായിട്ടുള്ളൊരു സ്പേസ് ഡസ്റ്ററിൻ്റെ ബാക്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും എൻ്റെ കാല് ഫ്രണ്ടിൽ മുട്ടാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഈ സീറ്റ് മാക്സിമം ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ലെഗ് റൂം കാര്യങ്ങൾ കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും.
പക്ഷേ രണ്ട് പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഒരു ലക്ഷറി ഫീൽഡ് തന്നെ യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ്ഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്, അതിനകത്ത് ഹുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡസ്റ്ററിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ, നമ്മുടെ സിയാറാനേക്കാളും സേഫ് ആയിട്ടുള്ള വാഹനമായിട്ടാണ് ഭാരത് എൻക്യാപ്പിൽ വന്നിരിക്കുന്നത്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2ൻ്റെയും അത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോർക്ക് തന്നെയാണ്. പവർ നോക്കുമ്പോൾ 100 PS പവറും 166 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് 6 സ്പീഡ് മാനുവൽ, ഓട്ടോമാറ്റിക് വരുന്നില്ല. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് റീസെൻ്റ്ലിയാണ് റിവീൽ ചെയ്ത് 19.4 അപ്പോൾ മാന്യമായ രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു 14-നും 16-നും ഇടയ്ക്ക് മൈലേജ് ഈ ഒരു എഞ്ചിൻ തരും. ഇനിയും ഇതിൻ്റെ ടർബോ വേണ്ടവർക്ക് 1.3 ടർബോയിലേക്ക് പോകാം. സെഗ്മെൻറ്റിൽ പവർഫുൾ ആയിട്ടുള്ള, മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറയാം. 160 HP പവറും 250 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് DCT ഗിയർ ബോക്സായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതിന് 17.75 മൈലേജ്. റിയൽ ലൈഫിൽ ഒരു 12-നും 14-നും ഇടയ്ക്കൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. കാര്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്, നമ്മൾ അതേപോലെ ആ വാഹനം ഓടിക്കും. അപ്പോൾ മൈലേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രോപ്പ് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കുക ഈ 100 PS പവറല്ലേ ഉള്ളൂ, 166 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന്. പക്ഷേ ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സിയാറ നിയർ ബൈ 100 HP പവറാണ്. ഗ്രാൻഡ് വിറ്റാറ 102 HP അടുത്താണ് പവർ വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ക്രെറ്റ ആൻഡ് സെൽട്ടോസ് ആണ്. രണ്ടും 115 HP പവറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ടോർക്ക് അവിടെ 144 Nm ഉള്ളൂ. ഇതിന് 166 Nm ടോർക്ക് ഉണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പവർ ലാഗ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ഓടിക്കാൻ നല്ല രസമാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ഡ്രൈവ് വീഡിയോയും കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഡസ്റ്ററിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഡസ്റ്റർ പുതിയ വാഹനമാണ്. പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഡസ്റ്റർ നിങ്ങൾക്ക് 95% ഓൺ റോഡ് ഫണ്ടിങ്ങിൽ ഇറക്കാനായിട്ട് പറ്റും. അതായത് ഒരു 2 ലക്ഷം രൂപയൊക്കെ മിനിമം ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡസ്റ്റർ ഓൺ റോഡ് ഇറക്കാം. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. പെർ ലാക്കിന് 1650 രൂപ വെച്ച് അടവ് വരുന്നുള്ളൂ. അപ്പോൾ ഡസ്റ്ററിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് ആണെങ്കിലും ഈ വേരിയൻ്റൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈസിലി ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒതൻറ്റിക് ബേസ് വേരിയൻ്റ് ആണ്. 1 ലിറ്റർ എഞ്ചിനിൽ മാത്രമേ വരുന്നുള്ളൂ. എക്സ്-ഷോറൂം പ്രൈസ് 10,49,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 12,91. കോമ്പറ്റീവ് പ്രൈസ് തന്നെയാണ്. ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെയും ബേസ് വേരിയൻ്റ് പ്രൈസ് ഈ ഒരു 12,500-നും 13,500-നും ഇടയിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് വേരിയൻറ്റ് എവല്യൂഷൻ, അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,34,000 രൂപയാണ് 1 ലിറ്റർ ടർബോയ്ക്ക്. ആ സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വാഹനം അതായത് എവല്യൂഷൻ 1.3 ടർബോയ്ക്ക് 15,90 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ എവല്യൂഷൻ വേരിയൻറ്റിൽ തന്നെ നമുക്ക് DCT ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. അതിന് 17,69,000 രൂപ. അതായത് പുതിയ ഡസ്റ്ററിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വാങ്ങണമെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതാണ് 17,69,000 രൂപ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന വാഹനം ഇതിൻ്റെ 1 ലിറ്ററിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ടെക്നോ ആണ്. ഈ വാഹനത്തിന് 16,49,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ടെക്നോ വേരിയൻറ്റിൽ തന്നെ നമുക്ക് 1 ലിറ്റർ ടർബോ അവൈലബിൾ ആണ്. അതിന് 17,69,000 രൂപ. പിന്നെ ഇതിൻ്റെ DCT നോക്കുകയാണെങ്കിൽ 19,68,000 രൂപ. അതായത് ഈ ടെക്നോ വേരിയൻറ്റും ഇതിൻ്റെ DCTയും തമ്മിൽ ഏകദേശം 3,20,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ ടെക്നോ വേരിയൻറ്റും ഇതിൻ്റെ ടർബോ വാഹനവും തമ്മിൽ 1,20,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് 1,20,000 രൂപ കൂടുതൽ കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കിതിൻ്റെ ടർബോ പെട്രോൾ വാങ്ങാം ടെക്നോൻ്റെ. അതല്ല സെയിം 1,20,000 രൂപ കൂടുതൽ കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കിതിൻ്റെ എവല്യൂഷൻ സെക്കൻഡ് വേരിയൻറ്റിൽ DCT ഓട്ടോമാറ്റിക്കും വാങ്ങാനായിട്ട് പറ്റും. അതായത് ഈ വേരിയൻറ്റും ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റും തമ്മിൽ 1,20,000 രൂപയുടെ ഡിഫറൻസ്. അപ്പോൾ ഐദർ ഈ വേരിയൻറ്റ് കൺസിഡർ ചെയ്യുക. ഫീച്ചർ ലോഡാണ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനേക്കാളും 1,20,000 കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ടർബോ പെട്രോൾ എടുക്കാം. ഇനി ടെക്നോൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് പോകണമെങ്കിൽ 3,20,000 രൂപ കൂടുതൽ കൊടുത്ത് 19,68,000 രൂപയ്ക്ക് അതും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 16,49,000
ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുടെ ഒരു തേർഡ് വേരിയൻ്റ് ഒക്കെ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക. ആ വാഹനങ്ങളിലുള്ളതിൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ശരിക്കും ഡസ്റ്ററിൽ ലഭിക്കുന്നുണ്ട്. ഈ പനോറമിക് സൺറൂഫ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ തേർഡ് വേരിയൻറ്റിൽ ലഭിക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്താണെങ്കിലും ലഭിക്കുന്നില്ല. മിനിമം 17 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ റെനോയുടെ എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഡസ്റ്റർ എന്നല്ല, റെനോയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ, എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും ഈവൻ ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.